അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 2 പ്രൊപ്പഗേഷൻ മോഡൽസിനെ പറ്റി പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ മോഡലും 2 റേ മോഡൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിഫ്ലക്ഷൻ മോഡലുമാണ് പഠിച്ചത്. പിന്നെ ഇനി ലാസ്റ്റ് വരുന്ന ഒരു മോഡലാണ് നൈഫ് എഡ്ജ് ഡിഫ്രാക്ഷൻ മോഡൽ. അപ്പോൾ നമ്മൾ പ്രൊപ്പഗേഷൻ മെക്കാനിസം പറഞ്ഞപ്പോൾ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷാർപ്പ് ഇറഗുലാരിറ്റീസ് പാത്തിൽ വരികയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രൊപ്പഗേഷനാണ് എന്ത്? ഡിഫ്രാക്ഷൻ. സോ it is essential to estimate the signal attenuation due to diffraction of radio waves over hills and buildings. അപ്പോൾ ഇതുപോലെ പാത്തിലിടയ്ക്ക് ഹിൽസോ ബിൽഡിങ്സോ ഒക്കെ വരുമ്പോൾ ആ ഷാർപ്പ് ഇറഗുലാരിറ്റീസിൽ ഡിഫ്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സിഗ്നൽ. അപ്പോൾ അന്നേരമുള്ള അറ്റന്വേഷൻ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രാൻസ്മിറ്റർ റിസീവർ കൺസിഡർ ചെയ്യുന്നു, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്, a particular distance, and the transmitter height is ht and receiver height is hr. Then there will be a obstructing screen of effective height h. അപ്പോൾ ഇവിടെ നമ്മളൊരു ഒബ്സ്ട്രക്റ്റീവ് സ്ക്രീൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഒരു ചെറിയ പോർഷൻ. ആക്ച്വലി അതിൻ്റെ ഹൈറ്റ് h ഒബ്സ്റ്റക്കിൾ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഈ ഒരു മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ഹൈറ്റ് എത്ര പോർഷൻ വരെ പോവുള്ളൂ? ആ സ്മോൾ h വരെ മാത്രമേ പോവുള്ളൂ. അതായത് ആ ഷാർപ്പ് പോർഷനിൽ വരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഷാർപ്പ് പോർഷൻ മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അവിടെയാണ് ശരിക്കും ഡിഫ്രാക്ഷൻ നടക്കുന്നത്. സോ ഇൻഫിനിറ്റ് വിഡ്ത്ത് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം അറ്റ് എ ഡിസ്റ്റൻസ് d1. അപ്പോൾ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? അസ്യൂം ചെയ്യണം ഡിസ്റ്റൻസ് d1 ഫ്രം ദ ട്രാൻസ്മിറ്റർ ആൻഡ് ഡിസ്റ്റൻസ് d2 ഫ്രം ദ റിസീവർ. അപ്പോൾ d1 d2 ഒക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആംഗിൾസ്, ട്രാൻസ്മിറ്റർ എന്നുള്ള ആംഗിൾ ബീറ്റ, റിസീവർ എന്നുള്ള ആംഗിൾ ഗാമ, പിന്നെ മുകളിലോട്ട് ഒരു ആംഗിൾ, അതായത് ടോട്ടൽ ആംഗിൾ നമ്മൾ ആൽഫ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഒബ്സ്ട്രക്റ്റിംഗ് സ്ക്രീൻ ഈസ് കാൾഡ് നൈഫ് എഡ്ജ് ഒബ്സ്ട്രക്റ്റിംഗ് സ്ക്രീൻ ഡ്യൂ ടു ഇറ്റ്സ് ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അത് നൈഫ് എഡ്ജ് പോലെ, നൈഫിൻ്റെ അതേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നൈഫ് എഡ്ജ് ഒബ്സ്ട്രക്റ്റിംഗ് സ്ക്രീൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ മോഡലിന് ഇങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ദ വേവ് ഗെറ്റ്സ് ഡിഫ്രാക്റ്റഡ് ബൈ ദ നൈഫ് എഡ്ജ് സ്ക്രീൻ. It is apparent that this wave propagating from the transmitter to receiver through the top of the screen travels a longer distance than if a direct LOS path. അപ്പോൾ നമുക്കത് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഡയറക്റ്റ് LOS പാത്ത്, ലൈനോസൈറ്റ് പാത്തിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ മുകളിൽ കൂടെ, അതായത് ആ ട്രയാങ്കിൾ അപ്പെക്സ് ഉണ്ട്, ആ മുകളിൽ കൂടെ പോണ പാത്ത് എന്ന് പറയുന്നത് എന്തായാലും ലോങ്ങർ ഡിസ്റ്റൻസ് ആയിരിക്കും ദാൻ ദ ലൈനോസൈറ്റ് പാത്ത്. അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. പാത്ത് ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ ആയിട്ട് ഡിനോട്ട് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഷാർപ്പ് റെഗുലാരിറ്റി ഉള്ള ആ പോർഷൻ തന്നെ വീണ്ടും എടുത്ത് വരച്ചേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രിഗ്നോമെട്രിക് ലായൊക്കെ, പൈതഗോറസ് തിയറമൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഡെൽറ്റയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് d2 സ്ക്വയർ പ്ലസ് h സ്ക്വയർ മൈനസ് d1 പ്ലസ് d2 മൈനസ് ഓഫ് d1 പ്ലസ് d2. അത് നമ്മൾ പിന്നും സോൾവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ റൂട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? d1 ഇൻറ്റു 1 പ്ലസ് h/2 d1 ദ ഹോൾ സ്ക്വയർ, h/2 d1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ റൂട്ട് മാറ്റി നമ്മൾ ഹാഫ് എന്ന് അവിടെ ആക്കുന്നു, അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് സ്ക്വയർ പ്ലസ് 2 എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2 d1 പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 2 d2. അതിനെ നമുക്ക് പിന്നും എങ്ങനെ എഴുതാം? എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 പ്ലസ് d1 1 ബൈ d1 പ്ലസ് 1 ബൈ d2. അല്ലെങ്കിൽ നമുക്ക് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2 ഇൻറ്റു d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ഡിവൈഡ് ബൈ d1 d2 എന്ന് ഇക്വേഷൻ ചേഞ്ച് ആവും. അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നോക്കുക. ഇനി നമുക്ക് ടോട്ടൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആൽഫ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ബീറ്റ പ്ലസ് ഗാമ എന്ന് എഴുതാം. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എച്ച് മൈനസ് എച്ച് ടി ഡിവൈഡ് ബൈ d1 എന്നാണ്. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h/d1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഗാമ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് h മൈനസ് എച്ച് ആർ ഡിവൈഡ് ബൈ d2 ആണ്.
അതിനെ നമുക്ക് h/d2 എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം HR ഒക്കെ നമ്മൾ എന്താണ് മുകളിലോട്ടുള്ള ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് HR HT ഒക്കെ അങ്ങ് പോകുന്നത്. അപ്പോൾ ദ ഡിസ്റ്റൻസ് D1 D2 ആൻഡ് ആംഗിൾ ആൽഫ ടുഗദർ ഡിഫൈൻസ് ദ ഫ്രസ്നെൽ കിർച്ചോഫ് പാരാമീറ്റർ വിച്ച് ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പാരാമീറ്റർ ഡിറൈവ് ചെയ്യാം. അതായത് പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? V ഈക്വൽ ടു അതെന്ന് പറയുന്നതാണ് ഫ്രസ്നെൽ കിർച്ചോഫ് പാരാമീറ്റർ. V ഈക്വൽ ടു ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ് 2d1 d2 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു d1 പ്ലസ് d2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. ഇതാണ് വിയുടെ ഇക്വേഷൻ. ഫ്രസ്നെൽ കിർച്ചോഫ് പാരാമീറ്ററാണ്. ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ് 2d1 d2 ബൈ ലാംഡ ഇൻറ്റു d1 പ്ലസ് d2. അങ്ങനെ നമുക്ക് ഏതിനെ ഈക്വലൈസ് ചെയ്ത് എഴുതാം? എച്ചിൻ്റെ ടേംസിലും എഴുതാം. ഇക്വൽ ടു h ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു d1 പ്ലസ് d2 ഡിവൈഡഡ് ബൈ ലാംഡ d1 d2. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് അതായത് ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 5/2 v² എന്നും എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. So when shadowing is caused by a single object such as hill or mountain, the attenuation caused by diffraction can be estimated by treating the obstruction as a diffracting knife edge. This is the simplest of the diffraction models, and the diffraction loss in this case can be readily estimated using classical Fresnel solution for the field behind a knife edge. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഡിഫ്രാക്ഷൻ ലോസ് നമുക്ക് ഫ്രെസ്നെൽ സൊല്യൂഷൻ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ലോസ് അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. റിസീവർ R, ട്രാൻസ്മിറ്റർ T എന്ന് പറയുന്ന പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് പോയിന്റ് R is a vector sum of fields due to all secondary Huygens source in the plane above the knife edge. നേരത്തെ പറഞ്ഞ കണക്ക് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു പ്രൈമറി തന്നെ വീണ്ടും ഒരു വേവ്ലെറ്റ് സെക്കൻഡറി വേവ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഹൈജൻസ് സെക്കൻഡറി സോഴ്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും കൂടെ ബൈ ഹേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് എ നൈഫ് എഡ്ജ് ഡിഫ്രാക്റ്റഡ് വേവ് ഇസ് ഗിവൺ ബൈ ED/E0 ഈക്വൽ ടു എഫ് ഓഫ് ന്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് വി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ വി ആണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് വി എന്ന് തന്നെ പറയാം. എഫ് ഓഫ് വി ഈക്വൽ ടു, അതായത് എഫ് ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? ഫ്രെസ്നെൽ ഇൻ്റഗ്രൽ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫ്രെസ്നെൽ സൊല്യൂഷൻ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഡെറിവേഷൻ ഒന്നും വേണ്ട, ലാസ്റ്റ് ഇക്വേഷൻ മാത്രം മതി. നൈഫ് എഡ്ജിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് വി ഈക്വൽ ടു 1 + j ഡിവൈഡഡ് ബൈ 2 ഇൻ്റഗ്രൽ വി ടു ഇൻഫിനിറ്റി എക്സ്പൊണൻഷ്യൽ -j πt² ഇൻറ്റു ഡി ടി എന്നായിരിക്കും. ഡി ടി എന്നുണ്ട്, നോക്കിക്കോണേ. അപ്പോൾ ഇതാണ് എന്ത്? ഫ്രെസ്നെൽ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് എ നൈഫ് എഡ്ജ് ഡിഫ്രാക്റ്റഡ് വേവ്. എഫ് ഓഫ് ന്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് വി ഈക്വൽ ടു 1 + j/2 ഇൻ്റഗ്രൽ വി ടു ഇൻഫിനിറ്റി എക്സ്പൊണൻഷ്യൽ -j πt² ഡി ടി എന്ന് ഇക്വേഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവിടെ E0 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ സ്പേസ് ഫീൽഡ് സ്ട്രെങ്ത് ആയിരിക്കും. എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഫ്രെസ്നെൽ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇനി നമുക്കിത് തന്നെ ഡിഫ്രാക്ഷൻ ഗെയിൻ്റെ ടേംസിൽ നമുക്ക് എഴുതിയാൽ എങ്ങനെ വരും? ഗെയിൻ ഇൻ ഡി ബി ഈക്വൽ ടു 20 log ആ ഫ്രെസ്നെൽ ഇൻ്റഗ്രൽ. 20 log ഫ്രെസ്നെൽ ഇൻ്റഗ്രൽ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതാണ് നൈഫ് എഡ്ജ് ഡിഫ്രാക്ഷൻ മോഡലിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ പാത്ത് ഡിഫറൻസ്, അതുപോലെ ഫ്രെസ്നെൽ കിർച്ചോഫ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഗെയിൻ്റെ ഇക്വേഷൻ, ഇത്രയും ഓർത്തിരിക്കുക. എന്താണ് ആ കൺസെപ്റ്റ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ആൽഫയും ഈ കേസസ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഈ ഫിഗറിൽ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആ ഒബ്സ്ട്രക്റ്റിംഗ് സ്ക്രീനിന് കുറച്ച് താഴോട്ടാണ് ട്രാൻസ്മിറ്ററും റിസീവറും നിൽക്കുന്നതെങ്കിൽ ആൽഫയും വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും.
കാരണം എന്താണ്, എച്ച് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവാണ്. ഇനി ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിറ്ററും റിസീവറും അപ്പെക്സ് പോയിൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ആൽഫയും വി എന്ന് പറയുന്നത് 0 ആവും. കാരണം എച്ച് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ 0 ആണ്. അതുപോലെ കുറച്ചുകൂടെ മുകളിലോട്ടാണ് ട്രാൻസ്മിറ്ററും റിസീവറും സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആൽഫയും വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എച്ച് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് കേസസ് ഓഫ് റെസ്റ്റ്നെസ് ഓൺ ബ്ലോക്കേജ് ആണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഇത്രയാണ് എന്തിൽ വരുന്നത്, നൈഫ് എഡ്ജ് ഡിഫ്രാക്ഷൻ മോഡലിൽ വരുന്നത്. അപ്പം 3 മോഡൽസ് ക്ലിയർ ആയിട്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് 2 റേ മോഡലും നൈഫ് എഡ്ജ് മോഡലാണ്. ബാക്കി മറ്റേ ആദ്യത്തെ മോഡൽ നിങ്ങൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വലിയ പാട് കാണത്തില്ല. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ഓർക്കുക. പിന്നെ ഈ മൊഡ്യൂളിൽ തന്നെ വരുന്ന പ്രോബ്ലംസ് ഈ PDF-ൻ്റെ കൂടെ 2-3 പ്രോബ്ലംസ് ജസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ.